പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട്, കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിനും മനസ്സ് ബന്ധു നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന കരാറുകൾ, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഓരോ സ്ഥലവും ഓരോ വിഷയത്തെ നീ ആസ്പദമായിക്കൊണ്ട് അതിനെ അധികരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെ മേലും നീ ആഗ്രഹം അവലംബിച്ചുകൊണ്ട് അത് ഓരോ ഡേറ്റും ഓരോ നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതരെ, കുടുംബസമാധാനം ഇല്ലാത്തവർ, വിദേശ യാത്ര ചെയ്യുന്നവർ, കർത്താവേ, അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അസ്ഥിരോഗികളെ നിസുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ ദർശനത്തിലുള്ളതാണ്. അസ്ഥിരോഗികളെ കർത്താവ് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര നീക്കുവാമേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സങ്കീർത്തനം 42:2. എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ.
എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടത്തെ കാണാൻ കഴിയും. രാപ്പകൽ കണ്ണീർ എന്റെ ഭക്ഷണമായി. എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു. അതായത് നമ്മളെപ്പോഴും ഇത് ഈ ദിവസങ്ങളുണ്ടല്ലോ, അതായത് ഇതൊരു വിഷയമാണ്. പല ആൾക്കാർക്കും ഭയങ്കര ദാഹമാണ്. പക്ഷേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്ക് അമിത ഭാരം വെക്കും. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴേ ഇപ്പം ഇവിടുത്തെ ഈ സങ്കീർത്തനത്തിൻ്റെ സത്യസന്ധമായ ഭാരക്കുറവുള്ള പ്രാർത്ഥന കാരണം പറക്കാൻ എളുപ്പമാണ്. എന്താ കാര്യം? എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. അപ്പോൾ ശരിക്കും നമ്മുടെ ദാഹം എന്താ? നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, നമ്മൾ ദൈവത്തിനായിട്ടല്ല ദാഹിക്കണത്, ദൈവത്തിൻ്റെ ആനുകൂല്യത്തിനായിട്ടാണ് ദാഹിക്കുന്നത്. എൻ്റെ ആത്മാവ് ദൈവത്തിനായി എന്നല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി ദാഹിക്കുന്നു. അങ്ങനെ ഒരു കാലം മുഴുവൻ തുടർന്നുള്ള അവസ്ഥ എന്താ? അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഈട് വെക്കും. പിന്നെ ഒരു കാലത്ത് ഇത് പൊങ്ങത്തില്ല. പല ആൾക്കാരുടെയും പ്രാർത്ഥന ഭാരപ്പെട്ട പ്രാർത്ഥനയാണ്. കാര്യം എന്താണ്? ഇവർ ദൈവമായിട്ടുള്ള ഇടപാട്. ഇപ്പം ചിലർ ചോദിക്കണേ, എന്തിനാ എന്താ ഇപ്പം പള്ളിയിൽ നിന്ന് മാറണില്ല? അപ്പോൾ തിരിച്ച് പള്ളിയിൽ നിന്ന് പോകാത്തവരോട് നമ്മൾ പറയുമ്പോൾ നിങ്ങളൊന്നും കാണുന്നില്ലല്ല. ഞങ്ങൾ വലിയ പാപികളൊന്നും ഇല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പാപികളുമായി തന്നെയല്ല, അവർക്ക് അതിനൊക്കെ ആവശ്യമില്ലെന്നാണ് പറയണത് പള്ളിയിൽ പോകണ്ട. എന്നുവെച്ചാൽ അപ്പോൾ എന്തോ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പള്ളി, ഏറ്റവും വലിയ ആവശ്യം എന്താ? ദൈവമാണെന്ന് ആ മരക്കഴുതൊക്കെ അറിയത്തില്ല. അത് ചിലർക്ക് മരണം വരെ അറിയാൻ പറ്റത്തില്ല. പിശാച് വന്ന ആ ജ്ഞാനം അവരിൽ നിന്ന് തട്ടി മാറ്റിക്കളയും മിക്കവാറും. കാര്യം ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഭൗതിക ജഡിക സമ്മർദ്ദങ്ങളെക്കാളല്ല, ദൈവമാണ് ഏറ്റവും വലിയ ആഗ്രഹം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതും ദൈവവുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും റിലേഷനിലും ഒരു സ്നേഹത്തിൽ നിലനിൽക്കാനാണ് നമ്മുടെ ആത്മാവ്. അതായത് എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നുവെന്നാണ്. ആ ഇസ്രായേൽ എപ്പോഴും അങ്ങനെ പറയത്തുള്ളൂ. ഇസ്രായേൽ ദൈവത്തിൻ്റെ രണ്ടായിട്ടാണ് കണ്ടിരിക്കുന്നത്. ചത്ത ദൈവങ്ങളുണ്ട്, ജീവനുള്ള ദൈവങ്ങളും ഉണ്ടാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയണത്. എന്താ പത്രോസ് പറയാ? പത്രോസിനോട് കർത്താവ് ചോദിക്കത്തില്ലേ, ഹൂം ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? എവിടെ വെച്ചാൽ ചോദിക്കണേ? ഇത് കെസറിയ ഫിലിപ്പിൽ വെച്ച്. കെസറിയ ഫിലിപ്പ് എന്താ? കേസർ എന്ന് പറഞ്ഞാൽ സീസറിൻ്റെ ചക്രവർത്തിയുടെ അഭിധാനത്തിന് വേണ്ടി ഫിലിപ്പ് രാജാവ് പണികഴിപ്പിച്ച അമ്പലത്തിൻ്റെ മുകളിൽ വെള്ളരിക്കോലങ്ങളെപ്പോലെ എന്നാണ് പറയുന്ന ബറൂക്കിൻ്റെ പുസ്തകമില്ലേ, കണ്ണുണ്ട് കാണുന്നില്ലാത്ത വിഗ്രഹങ്ങൾ. അപ്പം എന്ന് വെച്ചാൽ അവർ അടയാളമായിട്ടല്ലല്ലോ, അവർ വിഗ്രഹത്തെ വിഗ്രഹമായിട്ട് തന്നെ ദൈവമായിട്ടാണ് കാണുന്നത്. നമ്മളൊക്കെ അതിനെ അടയാളമായിട്ടും പ്രതിരൂപമായിട്ടൊക്കെയാണ് പ്രതിച്ഛായിട്ട് കാണും. അപ്പൻ്റെ അമ്മയുടെയൊക്കെ രൂപങ്ങൾ നമ്മൾ വെക്കുന്നില്ലേ, ആദരവോടെ കാണും. അതിനൊരു ആ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്ന ആദരവാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ അത് സ്നേഹത്തിൻ്റെ വേറെ ഒരു ഭക്തിയുടെ വേറൊരു തലമാണത്. പക്ഷേ ഇതങ്ങനെ ചിലരങ്ങനെയല്ല. ചിലർ അതാണെന്നതിനാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പം അതുകൊണ്ട് പത്രോസ് പറയും, നീ ഇതുപോലെയുള്ള ദൈവമല്ല, ഈ സീസറിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുകളിലിരിക്കുന്ന പോലെയുള്ള വിഗ്രഹം പോലെയുള്ള ആളല്ല, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ് ശരിക്കും പറയണത്. അപ്പം ആത്മാവ് എപ്പോഴും നിങ്ങൾ വീട്, ജോലി, വിവാഹമെന്നും പറഞ്ഞ് ഭൗതിക ആനുകൂല്യത്തിന് വേണ്ടി ദൈവത്തിനെ എപ്പോഴും സമ്മർദ്ദത്തിൽ ഇങ്ങനെ ആശ്രയിക്കുന്നതിൻ്റെ ഒരു
ദൈവത്തിന് വേണ്ടി എപ്പോഴെങ്കിലും ദൈവത്തിന് തോന്നണം. ഒരിക്കലെങ്കിലും ദൈവത്തിന് അങ്ങനെ തോന്നിയില്ലെങ്കിൽ നമുക്ക് ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. അല്ല, ദൈവത്തിൻ്റെ ആനുകൂല്യത്തിനായിട്ട് എപ്പോഴും ദാഹിക്കണമല്ല, അനുഗ്രഹത്തിനായിട്ട് ദാഹിക്കണമല്ല, ദൈവത്തിനായിട്ട് ദാഹിക്കണം. അങ്ങനെയാണോ നിൻ്റെ ജീവിതമെന്ന് ഒരു ഇൻട്രോസ്പെക്ഷൻ മനസ്സിലിരുത്തി നോക്കിയാൽ, ദൈവത്തിന് വേണ്ടി കൊതിക്കാൻ തുടങ്ങിയ പിന്നെ പ്രാർത്ഥനകളെല്ലാം സിമ്പിളാവും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എങ്ങനെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ, പിതാവിൻ്റെ മുമ്പിൽ സമ്പന്നായത്? ഈശോ ജീവിച്ച് കാണിച്ചതെന്നാ. സ്വന്തം മകനായിട്ട് പോലും അവൻ ജീവിച്ച് കാണിച്ചു കൊടുത്തതാണ്. അപമാനം വരുമ്പോഴും നീ തിരിച്ച് സംസാരിക്കരുത്, അവമാനിക്കരുത്. അത് പരിശീലിക്കണം. നഷ്ടം വരുമ്പോഴും, വ്യാപാരത്തിൽ നഷ്ടം, പണത്തിൽ നഷ്ടപ്പെടുമ്പോഴും ദൈവത്തോട് നന്ദി പറയാൻ സാധിക്കണം. ഈ ലോകത്തിൽ നീ ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ, സ്തുതിക്കാനും നന്ദി പറയാൻ നിനക്ക് സാധിച്ച ആ സമയത്ത് സാധിക്കണം. അപ്പോൾ എന്താ നീ കാണിച്ചു കൊടുക്കണത്? നമ്മൾ എന്താ കാണിക്കണം? ദൈവമേ, ഇതൊന്നുമില്ല എനിക്ക് വലുത്, ഇതൊന്നും എന്നെ ഒന്നും ചെയ്തിട്ടില്ല, നീ തന്നെയാണ് എനിക്ക് വലുത്. അത് നമുക്ക് പറയാൻ സാധിക്കണം. ആ സമയത്ത് സ്പോട്ടിൽ പറയാൻ സാധിച്ചാൽ അപ്പം നിൻ്റെ അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് കയറും. അവിടെ സ്വർഗത്തിൽ നിൻ്റെ അക്കൗണ്ടിൽ നീ സമ്പന്നനായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഒരു രോഗം വരുമ്പോഴും ദൈവമേ മഹത്വം, നിനക്ക് നന്ദി ദൈവമേ, ഞാൻ നിന്നെയല്ലേ എന്നെ സമർപ്പിച്ചിരിക്കുന്നത്, ഇത് നീ എനിക്ക് അനുവദിച്ചു തന്നെങ്കിൽ നിനക്ക് മഹത്വം, നിൻ്റെ തിരുമനസ് നിറവേറട്ടെ. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ നമ്മളെ പ്രവൃത്തി വഴി നമ്മളെ വിശ്വാസത്തെ തെളിയിച്ചു കൊടുക്കണം. അത് യാക്കോബ് 2-ാം അധ്യായം 14 പറയുകയാണ്. എൻ്റെ ബൈബിളിൽ അങ്ങനെയാണ് കിടക്കണം, ഇംഗ്ലീഷ് ബൈബിളിൽ. നിൻ്റെ പ്രവൃത്തി വഴി നിൻ്റെ വിശ്വാസത്തെ തെളിയിച്ചു കൊടുക്കണമെന്നാണ്. യു പ്രൂവ് യുവർ ഫെയ്ത്ത് ത്രൂ യുവർ വർക്ക്. തെളിയിക്കാൻ സാധിക്കണം. നമുക്കൊരു അവസരം നോക്കിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യം, അത് പ്രതികൂല സാഹചര്യമാണ് വന്നെങ്കിൽ
എന്ത് സംഭവിച്ചാലും അതിലൊരു അവസരം നോക്കിയിരിക്കണം. ഇതിനെ ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്താൻ. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തുകൊണ്ട് പെടാതെ ആ വിഷയത്തിൽ പിറുപിറുക്കാതെ നന്ദി പറയാൻ സാധിച്ചാൽ അത് ഏറ്റെടുത്തെന്നാണ് അർത്ഥം. കിട്ടിയവരാണ് അത് ഏറ്റെടുക്കുമ്പോഴാണ് നന്ദി പറയണം. ആരെങ്കിലും ഒരു 100 രൂപ തന്നാൽ അത് വാങ്ങിച്ച് പോക്കറ്റിൽ വെച്ചിട്ടല്ലേ നന്ദി പറയുന്നത്. അത് വേണ്ട എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത് നീ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ടാണ് നന്ദി പറയണത്. അപ്പോൾ ഒരു കാര്യം ദൈവം നമുക്ക് അനുവദിച്ച് തരുമ്പോൾ നീ അത് ഏറ്റെടുത്തിട്ട് ഹൃദയത്തിൽ അത് സൂക്ഷിക്കണം. അമ്മ മാതാവിനെ പോലെ 2:51 ലൂക്ക 2:51 അമ്മയ്ക്ക് കിട്ടുന്നതൊക്കെ അമ്മ അത് സൂക്ഷിക്കും, ഹൃദയത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യും, നിക്ഷേപിക്കും. അപ്പം സമ്പന്നരായി അവർ. നമുക്ക് കിട്ടുന്ന ദൈവം അനുവദിച്ചു തന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും ഈ ലോകത്തിൻ്റെ സമ്പത്തിനെതിരായിട്ടുള്ളതെല്ലാം സ്വർഗത്തിൽ നിനക്ക് സമ്പാദ്യം ഉണ്ടാക്കി തരും. അത് ദൈവനാമത്തിൽ നീ ഏറ്റെടുക്കുമ്പോൾ അവിടെ ദൈവം മഹത്വപ്പെടും. എങ്ങനെയാണ് ദൈവം മഹത്വപ്പെടുന്നത്? എനിക്ക് ഈ നഷ്ടമെല്ലാം വലുതില്ല ദൈവമേ, എനിക്ക് നീ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയർ 3:8 അതുപോലെ തന്നെയാണ്. ബാക്കിയെല്ലാം എനിക്ക് നിന്നെ പ്രതി എനിക്ക് എല്ലാം ഈ ലോകത്തിലുള്ളതെല്ലാം ചവറായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് നമുക്ക് പറയാൻ സാധിക്കണം. ഇതൊരു നിലപാടാണ്, ജീവിത രീതിയാണ്, മരിയൻ ജീവിതമാണ്. അത് ഉടമ്പടി എടുക്കുന്നവരെല്ലാം ഇത് ശ്രദ്ധിക്കണം. നിനക്ക് മനസ്സിലാകും നിൻ്റെ കൂടെ ദൈവം നടക്കുക. നീ ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞ് ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കിയാൽ ദൈവം കൂടെ നിൽക്കാനുണ്ടാകും. അതിലൊരു സംശയവുമില്ല. എപ്പോഴും നിനക്കൊരു ചൂട് അനുഭവപ്പെടും. ദൈവം കൂടെ നടക്കുന്ന ചൂട് നിനക്ക് അനുഭവപ്പെടും. പക്ഷെ നീ ശ്രദ്ധിക്കേണ്ടത് നിൻ്റെ ബാങ്ക് ബാലൻസ്, നിൻ്റെ ആസ്തി എന്താണ് ദൈവത്തിൻ്റെ മുമ്പിൽ. ഇത് ഞാനൊരു ചെറിയ അനുഭവം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന്. എനിക്ക് എൻ്റെ കച്ചവടത്തിൽ ഞാൻ ഈ അഗ്രികൾച്ചർ ഇൻകം എന്ന് വെച്ചാൽ കൃഷിയുടെ ഇൻകം ഫയൽ ചെയ്യാറുണ്ട്. എനിക്ക് കുറേ കൃഷിഭൂമിയുണ്ട്, അതിന് ഇൻകം ടാക്സ് ഇല്ല. അപ്പോൾ എൻ്റെ ഓഡിറ്ററിന് ഒരു മിസ്റ്റേക്ക് പറ്റി. അയാൾ 3 കൊല്ലത്തെ അഗ്രികൾച്ചർ കൃഷിയുടെ വരുമാനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒറ്റ കൊല്ലം അയാൾ അങ്ങോട്ട് എഴുതി വെച്ച്, 1 കൊല്ലം തന്നെ. എന്ന് വെച്ചാൽ ഈ കൊല്ലം 30 ലക്ഷമാണ് വരുമാനമെങ്കിൽ അയാൾ 90 ലക്ഷം വരുമാനമാക്കി എഴുതിയിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 40 ലക്ഷം വരുമാനമാണെങ്കിൽ 1,20,00,000 വരുമാനമെന്ന് എഴുതി. അത് ഞാനും ശ്രദ്ധിച്ചില്ല, അയാളും ശ്രദ്ധിച്ചില്ല. അയാൾ അങ്ങോട്ട് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻകം ടാക്സ് ഇരുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ നോട്ടീസ് വന്നു. നിങ്ങൾ തെറ്റായി വരുമാനം കാണിച്ചിരിക്കുക, ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തെറ്റായിട്ടാണ് വരുമാനം കാണിച്ചിരിക്കുന്നത്, 90 ലക്ഷം രൂപ പെനാൽറ്റി കെട്ടണമെന്ന് പറഞ്ഞ് എനിക്ക് നോട്ടീസ് വന്നു. പ്രൈസ് ദി ലോർഡ്. നോട്ടീസ് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം നമുക്ക് സംഭവിച്ചു കഴിയുമ്പോൾ ഈ നാട്ടിൽ ആരെ വിളിച്ചിട്ടും പ്രതികൂലമായിട്ടോ നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം വന്നാലോ ഈ ലോകത്ത് ആരെ വിളിച്ചിട്ടും ഒരു കാര്യമില്ല കേട്ടോ. ചെറുതായാലും ശരി വലുതായാലും ശരി, ആദ്യം നീ ശ്രദ്ധിക്കേണ്ടത്, നിനക്ക് ഓർമ്മ പറയേണ്ടത് നിൻ്റെ ദൈവത്തിനെയാണ് ഓർമ്മ പറയേണ്ടത്. നിനക്ക് മുട്ടിപ്പേ നിൽക്കാൻ സാധിക്കണം. മുട്ടിപ്പേ നിൽക്കാൻ സാധിക്കാത്തവർ ഒരു കസേര എടുത്തിട്ട് കണ്ണും പൂട്ടി ദൈവത്തെ നോക്കണം. ഇല്ല, നിൻ്റെ പ്രാർത്ഥന മുറിയിലേക്ക് നിനക്ക് എത്താൻ സാധിക്കണം. കയ്യിൽ ബൈബിളും വേണം. മാധ്യമം ബൈബിളാണ്. ദൈവം ആ വഴിയെ സംസാരിക്കും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ദൈവം സംസാരിക്കണത് ബൈബിൾ വഴിയാണ്. ദൈവത്തിൻ്റെ സ്വരം നിനക്ക് മനസ്സിലാകണമെന്നേ ഉള്ളൂ. അത് കുറേ കേട്ടേ മനസ്സിലാവുള്ളൂ. നമുക്കൊക്കെ ബൈബിള് വായിച്ചു കഴിയുമ്പോൾ ഇത് ദൈവമാണോ സംസാരിക്കുന്നതെന്ന് മനസ്സിലാകാത്തത്. നിങ്ങൾക്കൊരു ഫോൺ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കത് മനസ്സിലാവും.
നിങ്ങൾ പേരെടുത്ത് പറയും, നീയല്ലേ എന്താ സ്മിത, ഇല്ല എന്താണ് മേരി എന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കുന്നതിൻ്റെ കാര്യം എന്താ? അവരെ സ്വരം കേട്ട് കേട്ട് നമുക്ക് പരിചയമോ? അവർ പറയേണ്ട കാര്യമില്ല ഞാൻ മേരിയാ സംസാരിക്കണം, ഇല്ല സ്മിതയാ സംസാരിക്കണം എന്ന് പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ വചനം ശ്രമിച്ച് കേട്ട് 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 വായിച്ച് വായിച്ച് പഠിക്കുമ്പോഴത്തേക്കും ഇത് ദൈവമാണ് സംസാരിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ബൈബിൾ വഴി ദൈവം സംസാരിക്കും നിങ്ങളോട്. ദൈവം നിങ്ങളോട് സംസാരിക്കും. വെറുതെ ബൈബിൾ എടുത്തിട്ട് ഇതേ ദൈവമേ നീ എന്താ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും സംസാരിക്കില്ല. നിനക്ക് ബൈബിളിനെക്കുറിച്ച് ഒരു ആകാംക്ഷ വേണം, എപ്പോഴും ഒരു ദാഹം വേണം വചനത്തെക്കുറിച്ച്. എപ്പോഴും ബൈബിൾ, അതാ ഉടമ്പടിയിൽ നമ്മൾ 6 മണിക്കൂർ ബൈബിൾ വായിക്കണമെന്ന് പറയണത്. ദൈവത്തിൻ്റെ സ്വരം പരിചയമാണ് നിനക്ക്. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം, എൻ്റെ ആടുകൾക്ക് എൻ്റെ സ്വരം പരിചയമാണ്. എൻ്റെ പുറകെ നടന്നു വന്നോളും, ഞാനാണ് വിളിക്കുന്നതെന്ന് അവർക്കറിയാം. നമുക്ക് പലവർക്കും ദൈവത്തിൻ്റെ സ്വരം അറിയാത്തതാണ്. ഫോൺ വിളിക്കുമ്പോൾ നമുക്ക് സ്വരം മനസ്സിലായില്ലെങ്കിൽ മൊബൈലിൽ കൂടി ചോദിക്കണം നീ ആരാ സംസാരിക്കണേ? അപ്പോൾ ഒരു പേര് പറയും, ഏത് ആൻ്റണി അല്ലെ ഏത് രാജു. അതിനാകുമ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അവരായിട്ട് പരിചയമില്ല, ബന്ധമില്ലാത്തതുകൊണ്ടാണ്. ബന്ധമുണ്ടെങ്കിൽ ഹലോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും, ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്വരം എപ്പോഴും കേട്ടിരിക്കണം. അപ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കും. ഞാൻ മുട്ടിപ്പേ നിന്ന് ഞാൻ ഓഡിറ്ററിനെ വിളിക്കാൻ നിന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ എന്ത് ചെയ്തത്, ഓഡിറ്ററെ വിളിച്ചില്ല, ഇങ്ങനെ നോട്ടീസ് വന്നിട്ടുണ്ട് 90 ലക്ഷം കെട്ടാനുണ്ടെന്നൊന്നും വിളിക്കാൻ നിന്നില്ല. ഞാൻ ആദ്യം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഇങ്ങനെ നോട്ടീസ് വന്നിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ റോമ 13:6 എനിക്ക് കിട്ടി. ഞാൻ കണ്ണും പൂട്ടി എപ്പോഴും വിശ്വാസപ്രമാണം ചൊല്ലി ദൈവത്തോട് ചോദിച്ചിട്ട് കണ്ണും പൂട്ടി ബൈബിൾ തുറന്നിട്ട് ഇങ്ങനെ വിരൽ വയ്ക്കും. ആ വിരൽ വയ്ക്കുന്ന വചനം ഈശോ സംസാരിക്കും. അത് നമുക്ക് ബോധ്യമാകണം. അത് സ്വരം പരിചയപ്പെടുമ്പോഴത്തേക്ക് ദൈവമാണ് സംസാരിച്ചതെന്ന് നമുക്ക് മനസ്സിലാകണം. ഞാൻ ഇത്രയും കാലമായിട്ട് ബൈബിൾ വായിച്ചിട്ട് ഈ വചനം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അന്ന് എനിക്ക് കിട്ടി, നീ നികുതി അടയ്ക്കുക, അധികാരികളെല്ലാം നിന്നോട് നികുതി ചെയ്യിച്ച അധികാരികളെല്ലാം ദൈവത്തിൻ്റെ ജോലിക്കാരാണ് എന്ന് വെച്ചാൽ ദൈവം പറയുകയാണ് ഈ 90 ലക്ഷം അടയ്ക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഡിറ്ററെ വിളിച്ചപ്പോൾ പറഞ്ഞാൽ അത് തെറ്റിപ്പോയതല്ലേ, നമുക്ക് റിവൈസ് കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്, നമുക്ക് റിവൈസ് കൊടുക്കാം, ഈ പൈസ കെട്ടണ്ട. പക്ഷേ ഓഡിറ്ററെ വിളിക്കണതിന് മുമ്പ് ഞാൻ ഈശോടത്ത് ചോദിച്ചു പോയി, കെട്ടാൻ പറഞ്ഞു. അപ്പോൾ ആ നോട്ടീസിലുണ്ട്, നീ പൈസ കെട്ടിയില്ലെങ്കിൽ അതിൻ്റെ കാരണം ബോധ്യപ്പെടുത്തണമെന്ന്. അതിൻ്റെ കാരണം നീ നമുക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന്. ഞാൻ അടുത്ത ദിവസം ഈ നോട്ടീസും ഈ ബൈബിളും പോക്കറ്റിലിട്ട് ഇൻകം ടാക്സ് കമ്മീഷണറുടെ അടുത്ത് പോയി. എനിക്ക് നോട്ടീസ് അയച്ച കമ്മീഷണറുടെ അടുത്ത് പോയി. അപ്പോൾ കമ്മീഷണറിനോട് ചോദിച്ചത് എന്ത് തീരുമാനം എടുത്ത്, എക്സ്പ്ലനേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ പൈസ കെട്ടിയാണ്. എന്തുകൊണ്ട്? അയാൾ ഹൈന്ദവനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കെട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പേജ് എടുത്ത് റോമ 13:6 വെച്ചിട്ട് എൻ്റെ ഈശോ പറഞ്ഞ് പൈസ കെട്ടാൻ, അതുകൊണ്ട് കെട്ടുകയാണെന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 13:6 അയാൾക്കൊന്നും മനസ്സിലായില്ല, എന്നാൽ ഇതിൽ എഴുതിയത് അയാൾ വായിച്ച്. അങ്ങനെ നമുക്കൊരു അവസരം ലഭിക്കുമ്പോൾ ദൈവവചനം അറിയാത്തവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. അത് നമ്മളെ പ്രവൃത്തി വഴി നമ്മൾ തെളിയിച്ചു കൊടുക്കണം. ആ വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് 90 ലക്ഷം ഇല്ല എനിക്ക് വലുത്, ദൈവം എന്നോട് കൽപ്പിച്ചതാണ് വലുത്, ദൈവവചനമാണ് വലുത്. അയാൾ കുറേ നേരം അതിശയമായിട്ട് നോക്കി നിന്ന്, വേണമെങ്കിൽ അത് കുറച്ച് തരാൻ പറയാറുണ്ട്. അവർ 30 ലക്ഷമായിട്ടൊന്ന് കുറച്ചതാ എന്ന് പറഞ്ഞ് അപ്പീൽ കൊടുക്കാം. ഞാൻ അപ്പീലിനൊന്നും പോയില്ല. ദൈവം പറഞ്ഞു പോയല്ലേ 90 ഈ പൈസ കെട്ടാൻ പറഞ്ഞ്. ഈ നോട്ടീസിനെ കുറിച്ച് ഞാൻ ചോദിച്ചത്, കുറച്ച് കെട്ടുന്നൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. ഞാനങ്ങോട്ട് ഈ നോട്ടീസ് വെച്ച് ചോദിച്ചപ്പോൾ 90 കെട്ടെന്ന് പറഞ്ഞ് ഞാൻ കെട്ടാമെന്ന് പറഞ്ഞ് 3-4 കടുവായിട്ട് മാത്രം ചോദിച്ചു. ഒരുമിച്ച് കെട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തന്ന് ആ പൈസ എല്ലാം ഞാൻ കെട്ടിത്തീർത്ത്. പ്രൈസ് ദി ലോർഡ്. ഇത് കെട്ടി
6 വർഷം കഴിഞ്ഞ് എനിക്ക് ഇൻകം ടാക്സ് റെയ്ഡ് വന്ന്, പ്രൈസ് ദി ലോർഡ്. ഇൻകം ടാക്സ് റെയ്ഡ് വന്നപ്പോൾ അന്ന് വലിയ പ്രശ്നമായ, റെയ്ഡിൽ വലിയ പ്രശ്നമായിട്ട് അവർ ഈ കൃഷിയുടെ വരുമാനത്തിലാണ് അവർ പിടിച്ചത്. അത് വലിയ കേസാവുമായിരുന്നു. അന്ന് ഞാൻ ഈ 90 ലക്ഷം കെട്ടിയത് കൊണ്ട് ആ കേസെല്ലാം വിട്ടുപോയി. അന്ന് തന്നെ ഞാൻ ഡിക്ലെയർ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ദൈവം ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ദൈവം ഒരേ കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നതെല്ലാം